ക്രിസ്മസ് കാലമൊക്കെ ആയില്ലേ, അപ്പൊ നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരൂല്ലേ. അപ്പൊ നമുക്ക് ഇച്ചിരി വട്ടയപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നമുക്ക് ഉണ്ടാക്കാവേ. എങ്ങനെയാണെന്ന് നോക്കണ്ടേ, വായോ. പണ്ടൊക്കെ ഉള്ളവര് വറുത്ത പൊടി കൊണ്ട് കപ്പി കാച്ചി ഒക്കെ ആയിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. കപ്പി കാച്ചാന്ന് അറിയത്തില്ലേ, കുറച്ച് പൊടിയെടുത്ത് കലക്കി നല്ലപോലെ കുറുക്കി അതൊക്കെ ഒഴിച്ചൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും വേണ്ട, നമുക്ക് അരി കൊണ്ട് അരച്ച് തന്നെ ഉണ്ടാക്കാം. ഞാനൊരു 4 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ച പച്ചരിയാണ് ഞാൻ എടുക്കുന്ന. പച്ചരി എന്ന് പറഞ്ഞാൽ അയ്യാറട്ടന്റെ പച്ചരിയാണ് എടുക്കുന്നത്. അതാവുമ്പോ നമുക്ക് വിശ്വസിക്കാം. കാര്യമെന്ന് വെച്ചാൽ അപ്പം നല്ല പോലെ ഇരിക്കുവേ. അപ്പം ഞാൻ 2 ഗ്ലാസ് അരി 4 മണിക്കൂർ മുമ്പ് കുതിർത്തി വെച്ചത് ഇതാ ഒരു പാത്രത്തിലിട്ട് ഇട്ട് വെക്കാവേ. നല്ലപോലെ കഴുകിയിട്ടാണ് നമ്മള് വെള്ളത്തിലിട്ട് വെക്കുന്നത്. 4 മണിക്കൂർ കുതിർത്ത പച്ചരിയായത്. ഇനി അതിലേക്ക് നമ്മൾ 1 കപ്പ് അവല്. ഈ അവലാണ് നമ്മൾ ചോറരയ്ക്കാം, അല്ലെങ്കിൽ കപ്പി കാച്ചി അരയ്ക്കാം. വെള്ള അവല് തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അപ്പത്തിന് കളർ ഉണ്ടാവില്ല. 1 കപ്പ് അവലിട്ടു. തേങ്ങ ഞാൻ 1 തേങ്ങ എടുത്തേക്കുന്നത്. അപ്പം ശരിക്കും 2 ഗ്ലാസ് അരിക്ക് 1 തേങ്ങ എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഇത് നല്ലപോലെ തേങ്ങയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് വട്ടയപ്പത്തിന് ഒരു ടേസ്റ്റ് വരിക. അപ്പൊ ഞാൻ അതും കൂടെ ഇട്ടു കൊടുത്തു. നിങ്ങൾക്ക് എത്ര തേങ്ങ വേണോ അതിനനുസരിച്ച് ഇടാം കേട്ടോ. ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഈസ്റ്റ്. ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ട്, കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മളിതാ ഒന്ന് മിക്സ് ചെയ്ത്, കൈയും കൊണ്ടോ സ്പൂൺ വെച്ചോ എങ്ങനെയാണേലും കുഴപ്പമില്ല, മിക്സ് ചെയ്ത് അവിടെ വെക്കുക കേട്ടോ. ഇങ്ങനെ ഈസ്റ്റും അരിയും തേങ്ങയും അവലും എല്ലാം കൂടെ ചേർത്ത് ഇതാ ഇത് ഇനിയും ഒരു 4 മണിക്കൂർ അവിടെ ഇരുന്നോട്ടെ. നിങ്ങൾ രാവിലെ ഉണ്ടാക്കണമെങ്കിൽ തലേ ദിവസം വെള്ളത്തിൽ ഇട്ടിട്ട്, അരി വെള്ളത്തിൽ ഇട്ടിട്ട് രാവിലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താക്കി വെക്കുക. ഒരു 4 മണിക്കൂർ വെച്ചതിന് ശേഷം അരച്ചെടുക്കുക. ഒരു അരച്ചു കഴിഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് നല്ല പോലെ പൊങ്ങി വരും കേട്ടോ. ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ നേരത്തെ തന്നെ കണ്ടോ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് ഇപ്പൊ അരയ്ക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പം ഇന്ന് രാവിലെ തന്നെ ഒരു 7 മണി ആയപ്പോഴത്തേനും, രാവിലെ തന്നെ 4 മണിക്കൂർ മുമ്പേ ഇതേപോലെ തന്നെ അവലും തേങ്ങ അരി എല്ലാം കൂടെ ഈസ്റ്റും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുവാ. ഇതിപ്പൊ ഞാൻ അരച്ച് കാണിക്കാം. ഇത് അവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പൊ ഇങ്ങനെ കാണിക്കുന്നത് എന്നാന്നറിയോ, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ ഞാൻ ഈ 4 മണിക്കൂർ വരെ ഇത് വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ട് പിന്നെ ആക്കുമ്പോൾ അത് പിന്നെ നമുക്ക് ആ കണക്ഷൻ വിട്ടുപോലും. ഇത് ഞാൻ അരച്ച് കാണിച്ചു തരാം. ഇതിനകത്ത് ഞാൻ എടുത്തേക്കുന്ന പഞ്ചസാര എന്ന് പറഞ്ഞത് 1.5 കപ്പ് പഞ്ചസാരയാ. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇവിടെ ഇപ്പം വട്ടയപ്പം എപ്പോഴും കറി കൂട്ടിയാ കഴിക്കുക, അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും പഞ്ചസാര എടുത്തത്. പിന്നെ ഒരു 10 ഏലക്കയുടെ കുരുവാണ് കേട്ടോ, തൊലി കളഞ്ഞിട്ട് കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. പാകത്തിന് ഉപ്പ്. ഇതൊക്കെ നമ്മൾ അരയ്ക്കാൻ നേരത്താ ചേർക്കുക കേട്ടോ. ബാക്കിയുള്ളത് മൂടി അവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ നമ്മൾ ആക്കി വെച്ച, കുതിർത്തി വെച്ചേക്കുന്ന, അതായത് ഈസ്റ്റ് ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന അരി നമുക്ക് അരച്ചെടുക്കാം. ഇരുന്ന മിക്സ് ആണ്, അത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. കുറേശ്ശെ ഇട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച്, ഒരു ഇഡലിമാവിന്റെ കൺസിസ്റ്റൻസിയാ വേണ്ടത് കേട്ടോ. ഏലക്ക അതങ്ങിട്ടേക്കാവേ. അരച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മൾ അരച്ചത്. ഇതുപോലെ മൊത്തം അരച്ചെടുക്കാം. കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. മാവ് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഇഡലിയുടെ ഒരു പരുവാണ്. അതിലേക്ക് നമ്മൾ ഉപ്പും കൂടെ ചേർക്കാം. ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് അവിടെ ഇരിക്കട്ടെ. ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഉണ്ടല്ലോ, പാത്രത്തിൽ നിന്ന് ചാടി തുടങ്ങും. വട്ടയപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടച്ചങ്ങ് വെച്ചേക്കാം. ഇച്ചിരി കഴിയുമ്പോൾ ഒരു 1/2 മണിക്കൂർ. ഇപ്പം ക്ലൈമറ്റിന്റെ വ്യത്യാസം കൊണ്ട് കേട്ടോ ഇച്ചിരി താമസിക്കുമായിരിക്കും, എന്നാലും വെയിലായല്ലോ, അപ്പം വേഗം പൊങ്ങി വരും. അപ്പൊ നമുക്ക് ഇഡലി ചെമ്പ് അടുപ്പ വെച്ചിട്ട് വട്ടയപ്പം ഉണ്ടാക്കി കാണിച്ചു തരാം. ഇനി ഈ ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്, ഇനി നമ്മൾ മാവ് പൊങ്ങി കഴിഞ്ഞാൽ ആ പൊങ്ങിയ മാവ് ഒഴിച്ച് ഇതാക്കത്തുള്ളൂ, പിന്നെ നമ്മൾ ഇളക്കത്തില്ല കേട്ടോ. അപ്പൊ കാണിച്ചു തരാം. ഇതവിടെ ഇരിക്കട്ടെ. നമ്മുടെ വട്ടയപ്പത്തിന് അരച്ചു വെച്ചേക്കുന്നതേ ഒന്ന് പൊങ്ങിയതൊക്കെ ഒന്ന് നോക്കണ്ടേ. ഇതാ നോക്കിയേ, അപ്പം പൊങ്ങി വന്നുണ്ടോ. ഇനി ഇതാ നമ്മുടെ ഇഡലി ചെമ്പിനകത്ത് വെള്ളമൊക്കെ വെച്ച് നമ്മൾ തിളപ്പിച്ചായിരുന്നേ. അപ്പൊ ഒഴിക്കണ്ടേ, പ്ലേറ്റ് വെക്കണ്ടേ. വെള്ളം നന്നായിട്ട് തിളച്ചു. നമ്മൾ ഈ പ്ലേറ്റിനകത്ത് ഇച്ചിരി നെയ്യ് തടവണം കേട്ടോ. വെളിച്ചെണ്ണയെക്കാട്ടി നല്ലത് നെയ്യാണ്. നെയ്യൊന്ന് തടവിയിട്ട് ടേസ്റ്റുമാണ്. പിന്നെ അപ്പം വേഗം ഈസി ആയിട്ട് ഇങ്ങനെ കിട്ടും.
നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ പ്ലേറ്റ് വെച്ചു. ഇത് ചെറിയ ചെമ്പായതുകൊണ്ടാണ് നമ്മൾ ചെറിയ പ്ലേറ്റ് വെച്ചത്. മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു 20 മിനിറ്റ് അവിടെ ഇരുന്ന് വേകട്ടെ. മൂടി വെക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് ഇരുന്ന് വേകട്ടെ കേട്ടാ. അമ്മയൊക്കെ ചെയ്തോണ്ടിരുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ഇഡലിത്തട്ടില്ലേ, ഇതിൽ ഒഴിച്ചു വെക്കും. കാര്യം എന്ന് വെച്ചാൽ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ കത്തി വെച്ച് ഒന്നും മുറിച്ചെടുക്കത്തില്ല, ഒടിച്ചു പറിച്ചൊക്കെ എടുക്കൂലേ. ഈ ഇതുപോലത്തെ ഇഡലിത്തട്ടിനകത്തും ഉണ്ടാക്കാം. നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇതിനകത്ത് ക്യാഷ്യൂ ഒക്കെ വെച്ചിട്ട് നമുക്ക് മുന്തിരിയോ ക്യാഷ്യൂവോ ചെറിയോ ഒക്കെ വെച്ച് അലങ്കരിക്കാവേ. ഇത് പിന്നെ ഞാൻ അതൊന്നും വെച്ചില്ല. നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ വെക്കണം കേട്ടോ. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വട്ടയപ്പമാണ്. വട്ടയപ്പം ഒന്ന് തുറന്നു നോക്കട്ടെ. 20 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. വട്ടയപ്പം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ചെറിയൊരു വട്ടയപ്പം എടുത്ത് നമുക്ക് കഴിക്കാവേ. എത്ര സോഫ്റ്റ് ആന്ന് നോക്കിയ നമ്മുടെ വട്ടയപ്പം. ഇത് ഇങ്ങനെ തിന്നാൻ ഇഷ്ടമില്ലാത്തവർക്ക് നല്ല ചിക്കൻ കറി കൂട്ടി തിന്നാം കേട്ടോ. ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഇട്ടേക്കാവേ. ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.